ബാംഗ്ലൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴേ കാണണമെന്ന് ആഗ്രഹിച്ച സ്പോട്ടായിരുന്നു ബണ്ണീർഘട്ട നാഷണൽ പാർക്ക്. 45 മിനിറ്റ് നിൽക്കുന്നൊരു യാത്രയാണ് കാടിന് നടുവിലൂടെ. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മൃഗങ്ങളെല്ലാം നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് തന്നെ കാണാൻ കഴിയും. ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9:30 തൊട്ട് 5 മണി വരെയാണ്. ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് പോകാൻ നോക്കണം കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ പോയപ്പോൾ തന്നെ എല്ലാവരും നല്ല രീതിയിലൊന്നും ആക്റ്റീവായിട്ട് കണ്ടില്ല. കുറച്ച് പേരൊക്കെ നല്ല ഫുഡ് കഴിച്ചാൽ ഉറക്കമായിരുന്നു. ഇനി എൻട്രി ഫീ എന്ന് പറയുന്നത് അത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ പോലെയാണ്. കാരണം ബസ്സിൽ തന്നെ നോൺ AC ആണോ AC ആണോ ഇനി അല്ല ജീപ്പ് സഫാരി ആണോ ഏതാണോ ഓപ്ഷൻ ചൂസ് ചെയ്യുക അതനുസരിച്ചാട്ടോ എൻട്രി ഫീ എല്ലാം വരുന്നത്. ഫസ്റ്റ് എൻട്രി ചെയ്തപ്പോൾ തന്നെ കാണാൻ കഴിഞ്ഞത് കുറേ മാനിനെ കണ്ടു, ആനേനൊക്കെ ആയിരുന്നു. ഇവിടെ തൊട്ടാണ് മെയിൻ എൻട്രി ഗേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ കാണാൻ കുറച്ച് ആളുകളെല്ലാം ഇനിയാണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് തന്നെ ഒരു കരടീനായിട്ടാണ് കണ്ടത്. നമ്മൾ പോകുന്ന വഴിയിൽ മരത്തിൻ്റെ മുകളിലിരുന്ന് ഉറങ്ങുന്നതായിട്ട് കാണാം. ചില വീഡിയോസ് നമുക്ക് കാണാൻ കഴിയും നമ്മൾ പോകുന്ന വണ്ടിയുടെ ഫ്രണ്ടിലായിട്ടൊക്കെ വന്ന് നിൽക്കുന്നതും സൈഡിൽ കൂടെ പോകുന്നത്. അതിനും കുറച്ചുകൂടി ലക്കുവാണ് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഇവർ നല്ല ഉറക്കത്തിലായിരുന്നു, പക്ഷേ സൗണ്ട് ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ലയൺ കൈൻ എൻ്റെ അടുത്തായിട്ടുള്ളത് വരയൻ പുലിയായിരുന്നു. അപ്പോൾ ഇതാണ് ബണ്ണീർഘട്ട നാഷണൽ പാർക്കിലെ വിശേഷങ്ങൾ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.